ദൂരത്തും ചാരത്തും വീടുകളിലും വീതികളിലും വഴിത്താരയിലും വാഹനത്തിലും വ്യാപാര സ്ഥാപനത്തിലും ഞങ്ങളെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്ന ഈ മാങ്കോട്ടം ദേശത്തിലെല്ലാ ബഹുമാനരായ പിതാക്കന്മാരെയും മാതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും ഒരിക്കൽ കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യം 76ാമത് റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്ന ഈ മഹാസുദിനത്തിൽ എഫ്രാം ചർച്ച് ഓഫ് ഗോഡ് സഭയുടെയും യൂത്ത് മൂവ്മെന്റിലെ പേരിലുള്ള എല്ലാവിധ റിപ്പബ്ലിക് ദിനാശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ്. 200 വർഷം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിന്റെ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും വ്യക്തമായ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് 1950 ജനുവരി 26 സഞ്ചാര സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ആരാധന സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസത്തിന് ആവശ്യമാകുന്ന സ്വാതന്ത്ര്യവും ഇന്ന് ഇന്ത്യക്കുണ്ടായിരുന്നു. എന്നാൽ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും പോകുവാൻ കഴിഞ്ഞിരുന്നില്ല, എല്ലാവർക്കും പഠിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല, എല്ലാവർക്കും വസ്ത്രം ധരിക്കുവാൻ കഴിയാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടം വർഷങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു. അന്നത്തെ അവസ്ഥകളെല്ലാം മാറ്റിയിട്ട് സ്വാതന്ത്ര്യമുള്ള അവസ്ഥയിലേക്ക് നാം വന്നെത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ പല ഭാഗത്ത് ലഭിച്ച സ്വാതന്ത്ര്യത്തെ മനുഷ്യൻ പല നിലയിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഞാൻ മാങ്കൂട്ടം ദേശനിവാസികളോട് ചോദിക്കുകയാണ്, നാം തികച്ചും സ്വാതന്ത്ര്യമുള്ളവരാണോ? വിദ്യാഭ്യാസം കൊണ്ട് സാമ്പത്തികമായും സാക്ഷരതപരമായും ഏറെ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള ഇന്ത്യൻ മഹാരാജ്യത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ അകത്ത് നാം ഇന്നും തികച്ചും സ്വാതന്ത്ര്യമാണോ? 2025 ജനുവരി മാസത്തിലെ അവസാന ആഴ്ചയിലേക്ക് പ്രവേശിച്ചതായിരിക്കുമ്പോൾ കഴിഞ്ഞുപോയ ചില ആഴ്ചകൾ പിന്നിട്ട് നോക്കുമ്പോൾ നാം കേട്ട പല വാർത്തകളും നാം തികച്ചും സ്വാതന്ത്ര്യമല്ല എന്നുള്ള വ്യക്തമാകുന്ന നില നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷിക്കുന്ന സമയത്ത് റോഡിൽ കൂടി നടന്നുപോയ 2-3 ചെറുപ്പക്കാരോട് വലിക്കുന്നത് സിഗരറ്റ് ആണോ കഞ്ചാവാണോ എന്ന് ചോദിച്ച ഒരു ചെറുപ്പക്കാരന് 14 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് നെഞ്ചത്ത് കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ചില ആഴ്ചകൾക്ക് മുൻപ് കൊല്ലം ജില്ലയിൽ കുണ്ടറ എന്ന സ്ഥലത്ത് ഒരു ഇരട്ട കൊലപാതകത്തിന്റെ പ്രതിയെ പിടിക്കുവാൻ ഇടയായി തീർന്നു. വൃദ്ധനായ തന്റെ അപ്പച്ചനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയ ആ യൗവനക്കാരൻ ഫോൺ ചെയ്ത് തന്റെ മാതാവിനെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തി. ജോലി സ്ഥലത്ത് നിന്നും മകന്റെ ഫോൺ വന്ന ഉടൻ തന്നെ വീട്ടിലേക്ക് വന്ന തന്റെ സ്വന്തം മാതാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയ ആ യുവാവ് വലിച്ചിടച്ച് മുറിയിൽ കൊണ്ടുപോയിട്ട് ഉളി പോലെയുള്ള മാരകമാകുന്ന ആയുധം കൊണ്ട് മാറി മാറി കുത്തുവാനിടയായി തീർന്നു. എന്നിട്ടും മരിക്കാത്ത ആ മാതാവിനെ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് മരണം ഉറപ്പാക്കിയിട്ട് പാട്ട് കേട്ട് ഉല്ലസിച്ച് നാട് വിട്ടു പോകുവാനിടയായി തീർന്നു. ഇവിടം കൊണ്ട് തീർന്നില്ല. 1-2 ദിവസത്തിന് മുമ്പ് പത്തനംതിട്ട ജില്ലയിൽ രാവിലെ ഒരുമിച്ച് കൂട്ടം കൂടിയിരുന്ന് മദ്യപിച്ച ഒരു സ്നേഹിതൻ തന്റെ കൂട്ടുകാരനെ കുത്തി കൊലപ്പെടുത്തുവാനിടയായി തീർന്നു. എന്തിന് ഇങ്ങനെയുള്ള വാർത്തകൾ പറഞ്ഞുവെന്ന് ചോദിച്ചാൽ 76ാമത് റിപ്പബ്ലിക് ദിനം നാം ആഘോഷിക്കുമ്പോഴും ലോകത്തിന്റെ മറുകോണിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ മറുകോണിൽ ഇന്നും പല ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് സ്വാതന്ത്ര്യമില്ലാതെ പലതിനും അടിമപ്പെട്ട് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ട യുവാക്കന്മാര് ഉണ്ട് എന്നുള്ള സത്യം ഈ മാങ്കൂട്ട ദേശനിവാസികൾ തിരിച്ചറിയാതെ പോകരുത്. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പ്രായമുള്ള ചെറുപ്പക്കാര് ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ ആഘോഷം കൊണ്ടാടുവാൻ വേണ്ടി മദ്യവും കഞ്ചാവും പോലെയുള്ള മാരകമാവുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണ്ട രീതിയിൽ വസ്ത്രം ധരിക്കാതെ റോഡിന്റെ വക്കത്ത് കിടക്കുമ്പോൾ പലവിധമാകുന്ന കൊലപാതകം നടത്തിയിട്ട് കയ്യിൽ വിലങ്ങും വെച്ചുകൊണ്ട് ജയിലിലേക്ക് കടന്നു പോകുമ്പോൾ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വീടിനും വീട്ടുകാർക്കും വേണ്ടാതെ നാട്ടുകാർക്ക് വേണ്ടാതെ ജനിപ്പിച്ച അപ്പന്റെയും അമ്മയുടെ മുൻപാകെ ചോദ്യചിഹ്നമായി ജീവിച്ച ജീവിത സാഹചര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ ജീവിത നിലകൾ മാറ്റിയിട്ട് ഇന്ന് സമൂഹത്തിന്റെ മുൻപാകെ ഞങ്ങളുടെ പ്രായമുള്ള ചെറുപ്പക്കാരുടെ മുൻപാകെ അഭിമാനത്തോടെ സ്നേഹിത ലഹരി നൽകാതെ സമാധാനം നൽകുവാൻ കഴിവുള്ള ഒരു നല്ല നാഥനുണ്ട് എന്ന് പറയത്തക്ക നിലയിൽ ഞങ്ങളുടെ അകത്ത് മാറ്റം വരുത്തി ഞങ്ങളെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച ഒരു സന്ദേശമുണ്ട്. രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല. എന്താണ് നാം കേൾക്കുന്ന സന്തോഷ വാർത്ത? എവിടെയാണ് നാം ഗുഡ് ന്യൂസ് കേൾക്കുന്നത്? ദൈനംദിനം നാം കേൾക്കുന്ന പല വാർത്തകൾ നമ്മുടെ മനസ്സാക്ഷിയെ വേദനിപ്പിക്കുമ്പോൾ, നമ്മെ ഭയപ്പെടുത്തുമ്പോൾ, മനസ്സുള്ള മനുഷ്യന്റെ മനസ്സാക്ഷിയെ മരവിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്നേഹിത, ഇന്ന് ഞങ്ങൾ
നിങ്ങൾക്ക് വേണ്ടി ഒരു സത്വർത്തമാനം പങ്കുവയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ താങ്കൾ ഇപ്രകാരമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് പിന്നിലുള്ള കാരണം സാമ്പത്തികമായി തകർന്നത് കൊണ്ടായിരിക്കാം, താങ്കളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, താങ്കളുടെ രോഗങ്ങൾ കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ വീണുപോയത് കൊണ്ടായിരിക്കാം. താങ്കൾ ഭാരപ്പെടേണ്ട, താങ്കൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരു സന്ദേശമാണ് സുവിശേഷം. മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും മതത്തിനും മതസന്ദേശങ്ങൾക്കും ഈ ലോകത്തിലുള്ള പുരോഹിതന്മാർക്കും ഉന്നതന്മാർക്ക് ആർക്കും തന്നെ മനുഷ്യന് മാറ്റം വരുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ, നിയമങ്ങൾക്ക് നിയമപാലങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ, കേരളത്തിൽ നിന്ന് കൊലപാതകം മാറണമെങ്കിൽ, പീഡനങ്ങൾ മാറണമെങ്കിൽ, അക്രമങ്ങൾ മാറണമെങ്കിൽ മനുഷ്യന് മാനസാന്തരം ആവശ്യമാണ്. മനുഷ്യന്റെ പാപമംഗലമാകുന്ന ജീവിതത്തെ നോക്കിയിട്ട് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, പാപമാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം. വർദ്ധിച്ചു വരുന്ന കൊലപാതകത്തിന്റെ പിന്നിൽ, വർദ്ധിച്ചു വരുന്ന അക്രമത്തിന്റെ പിന്നിൽ, വർദ്ധിച്ചു വരുന്ന പീഡനത്തിന്റെ പിന്നിൽ വ്യക്തമായി പറയുവാനുള്ള ഏക കാരണം എന്നുള്ളത് മനുഷ്യന്റെ അകത്ത് കുടികൊണ്ട് വാഴുന്ന പാപമാണ്. എങ്ങനെ പാപത്തിന് മോചനം നമുക്ക് നേടുവാൻ കഴിയും? അതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഞാനൊരു പാപിയാണ് എന്ന് ഒരു തിരിച്ചറിവ് മനുഷ്യന്റെ അകത്ത് ഉണ്ടാകുകയാണ് എങ്കിൽ നിശ്ചയമായിട്ടും മാനസാന്തരപ്പെടുവാൻ അവന് കഴിയും. നേർച്ച കൊണ്ട്, കാഴ്ച കൊണ്ട്, യാത്രകൾ കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയാത്ത മാനസാന്തരം മനുഷ്യന് നൽകുവാൻ വേണ്ടി ലോകത്തിൽ അവതരിച്ച ഒരുവനുണ്ട്. അവന്റെ പേരാണ് നസ്രയനാകുന്ന യേശു. യേശു ഈ ലോകത്തിൽ വന്നത് മതസ്ഥാപനത്തിനു വേണ്ടിയല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിനു വേണ്ടിയല്ല, പ്രത്യേകം ഒരു ഗ്രൂപ്പിന് വേണ്ടിയല്ല, മറിച്ച് പാപത്തിൽ വീണുപോയ നരനെ രക്ഷിക്കുവാൻ വേണ്ടി ലോകത്തിൽ അവതരിച്ച ഏക രക്ഷകനാണ് യേശു. പല അവതാരങ്ങളും ലോകത്തിൽ വന്നിട്ട് പാപിയെ നിഗ്രഹിച്ചിട്ട് അവർ കടന്നുപോയപ്പോൾ, പാപിയെ നിഗ്രഹിക്കാതെ പാപത്തെ മുടിച്ചുകൊണ്ട് പാപത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ലോകത്തിൽ അവതരിച്ച ലോകരക്ഷിതാവാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് 33 വയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ചു. ന്യായപ്രമാണം അനുസരിച്ച് പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തെ സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ ഗോൽഗോൽത്താ മലമുകളിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ തന്റെ അവസാനത്തുള്ള രക്തം വരെ പാപികൾക്ക് വേണ്ടി ലോകത്തിൽ വിലയെ കൽപ്പിച്ചിട്ട് അവൻ മരിക്കുവാനിടയായി തീർന്നു. യേശു മരിച്ചത് എന്റെ പാപത്തിനു വേണ്ടിയാണ്, എന്റെ ജന്മകർമ്മ പാപത്തിനു വേണ്ടിയാണ്, എന്റെ ശാപത്തിനു വേണ്ടിയാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന, അതരം കൊണ്ട് ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിക്കും ഈ രക്ഷ സൗജന്യമാണ്. ഈ അനുഗ്രഹീതമാകുന്ന ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൈമാറുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. താങ്കൾ ഭാരപ്പെടുന്ന വിഷയം ഏതായാലും താങ്കൾക്ക് സമാധാനമുണ്ട്, താങ്കൾക്ക് സന്തോഷം ലഭിക്കുവാൻ കഴിയും. ഇതുവരെ താങ്കൾ അനുഭവിക്കാത്ത നിത്യമാകുന്ന സമാധാനം, നിത്യമായ സന്തോഷം, ലഹരി പദാർത്ഥങ്ങൾ നൽകാത്ത ആ നിത്യമായ സന്തോഷം ക്രിസ്തുവിൽ കൂടി കണ്ടെത്തുവാൻ കഴിയുമെന്ന് ഇന്ന് ഈ ഉച്ച സമയത്ത് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. സ്നേഹിത, മറന്നു പോകരുത്, ഈ ലോകത്ത് ജനിച്ച ഏതൊരു മനുഷ്യനും മരണമുണ്ട്. പക്ഷേ സമയം നമുക്ക് ആർക്കും നിശ്ചയമല്ല. ഈ ലോകത്ത് ജനിച്ച ധനവാനായാലും ദരിദ്രനായാലും കറുത്തവനായാലും വെളുത്തവനായാലും ഏത് ജാതീയനായാലും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനായാലും ഒരു നാൾ മരിച്ചേ മതിയാകത്തുള്ളൂ. മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആർക്കും തന്നെ യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, ഒരുവൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതായാലും തീയതായാലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടുന്ന ഒരു നാളുണ്ട്. അങ്ങനെയെങ്കിൽ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആർക്കും തന്നെ യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി നാം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. യേശു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ്, എന്റെ ശാപത്തിന് വേണ്ടിയാണ്, എന്റെ കുടുംബത്തിനകത്ത് സമാധാനം ലഭിക്കുവാൻ വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ രക്ഷ സൗജന്യമാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ കൂടിയുള്ള ആ നല്ല രക്ഷ പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ.